അപ്പൊ ഇവിടെ ഫുഡൊക്കെ വിളമ്പി റെഡിയാക്കിയാണ്. ബാങ്ക് കൊടുക്കാൻ ഏകദേശം മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഏതാ കമ്പനി? ഫുഡിന്റെ കമ്പനി ഏതാ? അപ്പൊ നമ്മൾ ഡിഫൻസ് കുറുകന്റെ ഒരു സമൂഹ നോമ്പുറയിലപ്പോൾ ഉള്ളത്. അപ്പൊ അതിന്റെ ഏകദേശം ഇവിടെ യുവാക്കൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇത് നാളത്തേക്ക് ശരിക്കും ഒരു നല്ലൊരു വാഗ്ദാനം തന്നെയാണ് അല്ലേ? അപ്പൊ ഇന്ന് ഇത് എത്രാമത്താണ് നമ്മളിത്? എട്ടാമത്തെ വാർഷിക 8ാമത്തെ നോമ്പ് തുറയാണ് ഇപ്പൊ നമ്മൾ ഈ ഡിഫൻസ് കുറുക ഇവിടെ നടത്തുന്നത്. അപ്പൊ എല്ലാവരും ഈ നാട്ടിലെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു അതിഗംഭീരമായ ഒരു സമൂഹ നോമ്പ് ഇവിടെ നടത്താൻ പോകുന്നത്. റഹീം അവിടെ ഉണ്ട്. റഹീമ എന്താ പറയുന്നത് ഇതിനെ കുറിച്ച്? എല്ലാ വർഷവും നടത്തി വരാനുള്ളതാണ്. ഇനിയും ഒരുപാട് വർഷങ്ങൾ നടത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും ഒരു നല്ലൊരു വാഗ്ദാനം ആവട്ടെ. ഇത് എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ യുവാക്കൾ എന്ന് വെച്ചാൽ ശരിക്കും ഒരു വാഗ്ദാനം തന്നെയാണ്. അപ്പൊ എല്ലാ ഇതിൽ ഏകദേശം ഭാഗങ്ങളൊക്കെ എല്ലാം ഇതിലെ ഉൾപ്പെടുത്തി വീഡിയോയിലിട്ടാ. അപ്പൊ നമ്മളെ റഫീഖ് സാഹിബൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. സാഹിബൊക്കെ ഉണ്ട്, കാലിൻ്റെ റഫീഖ് സാഹിബ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സംഘാടകരൊക്കെ ടോട്ടലി അതിൻ്റെ അവിടെ ഫുഡെല്ലാം സെറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഭാഗമൊക്കെ കാണിച്ചാൽ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട. ആദ്യമായിട്ട് കാണാറൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കണ്ട് പോവാം. മുസ്തഫ ഇവിടെ ഇതാ മുസ്തഫൊക്കെ കട്ടക്ക് നിന്ന് കാണുന്നില്ലേ? കട്ടക്ക് സജീവമായിട്ടുണ്ടാവും. മുസ്തഫ ശരിക്കും നമ്മുടെ കുറുകന്റെ ഒരു അഭിമാനം തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയൂല. പള്ളി ആയിക്കോട്ടെ, മദ്രസ ആയിക്കോട്ടെ, ഇനി പൊതു പ്രവർത്തന രംഗത്തായിക്കോട്ടെ, എല്ലാം കട്ടക്ക് നിന്ന് ഒത്തൊരുമിച്ച് നിൽക്കുന്ന നല്ലൊരു വ്യക്തിയാണ് മുസ്തഫ. അപ്പൊ വീഡിയോയിലേക്കാണ് പോകട്ടാ. വഴിയിൽ പോകുന്ന വാഹനങ്ങളൊന്നും വിടുന്നിട്ട് എല്ലാവരും കയറാനും പറ്റില്ല. സർപ്പൊക്കെ ഇവിടെ ഒരു സെക്കൻഡ് ഒഴിവില്ല നടക്കണേ. അപ്പൊ നമ്മള് ജസ്റ്റ് ആണ്ട് ഇപ്പൊ വരാം. അപ്പൊ ഇതിന്റെ ഫുഡിന്റെ ഹോളൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. പെട്ടെന്ന് വാ. അപ്പോൾ അത്യാവശ്യം നല്ല എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഉഷാറല്ലേ ജാഫറെ? അപ്പൊ ഇത് നാളത്തേക്കെന്ന് വെച്ചാൽ എല്ലാ യുവാക്കൾക്കും ഇതൊരു നല്ലൊരു എന്താ പറയാ ഒരു വാഗ്ദാനം തന്നെയാണ് അല്ലേ? ആക്കിമോടെ നമ്മളിപ്പോ ഒരു 500 കൊടുത്താല് അപ്പൊ നമ്മുടെ നാട്ടിലത്തെ നമ്മളെ ആബിയാണിത്. ആബി പ്രവാസിയാണ് ഇവിടെ. എവിടെ? ആ എന്തൊക്കെയുണ്ട്? സുഖല്ല? ഇന്ന് എത്രാമത്തെ നോമ്പാ? അതെ, 4 നോമ്പ് പറ്റാ. മാഷാ അല്ലാ. ഇത് നോറ്റില്ല? അപ്പൊ ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് അതിലുപരി ഇവരെല്ലാം നമ്മുടെ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് വന്നാണ് അല്ലേ? ഹായ്, സുഖമല്ല എല്ലാവർക്കും? ഓക്കെ. അപ്പൊ ടോട്ടൽ എന്ന് വെച്ചാല് അതെ നമ്മളെ ആലി ഇവിടെ ഉണ്ട്. എത്ര പേർക്ക് ഇത് ജാബർ എത്ര പേർക്ക് സീറ്റ് ഉണ്ട് ശരിക്ക്? ഇല്ല, 100-200 പേർക്ക് ഒന്നിച്ച്. ആ പിന്നെ വേറൊരു വിഷയങ്ങൾ കണ്ടില്ല. BS മോട്ടോഴ്സ് ആണ് ഇതിനുള്ള ഇവർക്ക് നോമ്പ് തുറക്ക് ഇരിക്കാനുള്ള ഈ ഹോളിലുള്ള സൗകര്യമുള്ളത്. മാഷാ അല്ലാ. അപ്പോൾ വാഹനപരമായിട്ട് ബന്ധപ്പെട്ട് വാഹനങ്ങൾ വാങ്ങാനും വിൽക്കാനൊക്കെ BS മോട്ടോഴ്സ് സമീപിക്കട്ടാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്ത് ഫുഡ് വിളമ്പുന്ന ഭാഗത്തേക്കൊന്ന് പോയി നോക്കട്ടാ. അപ്പോൾ ഇതിനു വേണ്ടി പകലില്ലാതെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഡിഫൻസ് കുറുകൻ്റെ സംഘാടകരാണ് ഇതിന്. അതിൻ്റെ ബന്ധപ്പെട്ട കമ്മിറ്റി കാര്യങ്ങളൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് വലിയൊരു സംഭവം തന്നെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോവാം. റൈമേ, ഫുഡിൻ്റെ ഭാഗം ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ വിളമ്പി റെഡിയാക്കിയാണ്. ബാങ്ക് കൊടുക്കാൻ ഏകദേശം മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഏതാ കമ്പനി? ഫുഡിന്റെ കമ്പനി ഏതാ? ഏതാ കമ്പനി? കാറ്ററിംഗ് കമ്പനി ഏതാ? കലീല. അപ്പൊ നമ്മുടെ കുറുകത്താണിയിലെ ഒരു പ്രസക്തമായ ഹോട്ടലിന്റെ റെസ്റ്റോറന്റ്, എന്താ അതിന്റെ പേര്? നമ്മുടെ ഹോട്ടലിന്റെ ബർക്കത്ത് റെസ്റ്റോറന്റിന്റെ കീഴിലുള്ള ഒരു കാറ്ററിംഗ് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇതാ കലീല്, അതുപോലെ തന്നെ ഇവരൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മളെ
ഇതിൻ്റെ എല്ലാം കട്ടൊക്കെ നിൽക്കുന്ന നമ്മളെ കുഞ്ഞുമോനെ റൌഫ്. ഓക്കെ, എൻ്റെ പഴയ മുതലാളിയാണ്. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ അടിപൊളി ബിരിയാണിയാണ്. 100-200 പേർക്ക് ഒന്നിച്ച് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുറുക ജുമാ മസ്ജിദാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ കാണുന്നത്. ബാങ്ക് കൊടുക്കാൻ ഈ വെറും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാങ്ക് കൊടുക്കണം, വെയിറ്റ് ചെയ്യട്ടാ. തലവരിതാ ആ ഫുഡെല്ലാം നിങ്ങൾ എൽപ്പണത് നിങ്ങൾ ഉണ്ടാക്കാൻ തരും. ബിരിയാണി എല്ലാം ഉണ്ടാക്കാൻ തരും. മാഷാ അല്ലാഹ്, അടിപൊളി. ഏകദേശം നമ്മുടെ ഹോളെല്ലാം ഫുള്ളായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, 100-200 പേർക്ക് ഒരുമിച്ചിരിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് ഇവരിട്ടാണ്. ഡിഫൻസ് കുറുക സംഘടിപ്പിക്കുന്ന സമൂഹ നോമ്പുതുറ 8ാമതാണെന്ന് കാണിക്കുന്നില്ല. 8ാമതല്ലേ? റഹീം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ പോകുന്ന വാഹനങ്ങൾ യാത്രക്കാരെല്ലാം വിളിച്ച് ഇവിടെ ഇരിക്കാൻ സൗകര്യങ്ങൾ ചെയ്യേണ്ട വിധം നമ്മളെ മമ്മൂട്ടിയൊക്കെ അത് വരുന്നുണ്ട്. ഹായ്, അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി. എപ്പോഴും പള്ളിയിൽ വൈകില്ല വരാൻ. BS മോട്ടോർ വണ്ടി വരുന്നുണ്ടല്ലേ? അത് കുറച്ച് സ്പീഡാണ്. വീട്ടിലേക്ക് പോകണവരാണോ അറിയില്ല. ഏതായാലും സൗകര്യങ്ങളുണ്ട്. നോമ്പറന്നിട്ട് പോവാം. വീട്ടിലേക്ക് സാധനങ്ങൾ ഉണ്ടാവില്ലേ? ആ അതെ, അൽമാസ് അവർ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ അവർ കൊണ്ടുപോയിക്കോട്ടെ. ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതുകൊണ്ട് അവർ പോയിട്ടുണ്ട്. അതുപോലെ നമ്മളെ പള്ളിയിലെ കയ്യട്ടിക്കോ. അസ്സലാമു അലൈക്കും ഉസ്താദ്. അപ്പോൾ നമ്മുടെ കുറുക മഹല്ല് പള്ളിയിലെ ഖത്തീബാണ് അദ്ദേഹം. ഓക്കെ, നമ്മളെ പള്ളിയുടെ സെക്രട്ടറിയാണ്. പിന്നെ വണ്ടികൾ ഇതാ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സ്കൂട്ടി ഒന്ന് സൗകര്യം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ശരിയാവും. ഇത് പിന്നെ കിട്ടൂല. ബിരിയാണി അടിപൊളി ടേസ്റ്റ് ഉണ്ടല്ലേ? തനി നാടനാണ്. എല്ലാ പുസ്തകം അപ്പോൾ നമ്മളെ ഉസുറു, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേർക്ക് അറിയില്ല, ഷാജു. ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ അല്ലേ മണ്ഡലം പ്രസിഡന്റാണ്. പുസ്തകനെ പരിചയപ്പെടുത്തി. പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കിയ ഇതിൻ്റെ കുക്ക് ഭണ്ഡാരിയാണ് നമ്മളെ കലീല്. അടിപൊളി ചിക്കൻ ബിരിയാണി, ഒന്നും പറയാനില്ല, തനി നാടൻ. പിന്നെ സർഫുദ. അപ്പോൾ എല്ലാവരും ഏകദേശം ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അല്ലേ മുസ്തഫ?